മറ്റു വാർത്തയിലേക്ക് തൃശൂരിൽ 16 വയസ്സുകാരനെ പോലീസ് ലോക്കപ്പിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. തളിക്കുളം സ്വദേശിയായ 16 വയസ്സുകാരനാണ് മർദ്ദനമേറ്റത്. ഉത്സവത്തിനിടെ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയതോടെയാണ് 16 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് സ്റ്റേഷനിന്റെ ബാത്റൂമിന്റെ ഉള്ളിൽ പോയിട്ട് എന്നെ അടിച്ച് പിന്നെ കൂടുള്ള ചാറ് ഓടിച്ച് അത് കഴിഞ്ഞിട്ട് എന്റെ ഒപ്പം വന്നിരുന്ന ഒരു കൂട്ടുകാരന്മാരെ അടിച്ച് 2 കൂട്ടുകാരന്മാരെ ഇങ്ങനെ ഓരോ വട്ടം പോയിട്ട് അടിച്ചിരുന്ന അവര് ഇങ്ങനെ നടപ്പത്തും ഇവിടെ അടിച്ച് ഞാനേ അവിടെ ചേച്ചിമാരായിട്ട് സംസാരിക്കുകയും അപ്പൊ പോലീസുകാർ വന്നിട്ട് എന്നെ ജീപ്പ് കയറ്റും എന്നെ പിടിച്ചടിച്ച് എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ അടിച്ച് ചെറുതിട്ട് അടിച്ച് പിന്നെ നെഞ്ചും പിടിച്ചടിച്ച് അടിച്ചപ്പോ എനിക്ക് ശ്വാസം കിട്ടിയിരുന്നില്ല. കുറെ പറഞ്ഞ് ചാട്ടം എനിക്ക് പറ്റണ്ടേ ഇങ്ങനെ പോയിരുന്നു. മറ്റേത് കഴിഞ്ഞ് മകന് നെഞ്ചുവേദന, പിന്നെ പുറം വേദന, അതൊക്കെയാണ് അവൻ പറയുന്നത്. മകന് എത്ര വയസ്സുണ്ട്? മകന് 16 വയസ്സ്. എങ്ങനെ പോലീസിന്റെ മർദ്ദനം? അവര് മൂക്കിന് ഇടിച്ചു, കേറൂല എന്ന് പറഞ്ഞപ്പോ മൂക്കിന് ഇടിച്ചു, പിന്നെ മർദ്ദിച്ചു. അത് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ പോലീസ് വന്നിട്ട് ഇവരോട് സ്റ്റേഷനിൽ വണ്ടി കയറാൻ പറഞ്ഞു. അവർ കയറാണ്ടവൻ അവന് മുടിക്ക് പിടിച്ച് വലിച്ച് മൂക്കിനിടിച്ച് വണ്ടി കയറ്റി. പോലീസ് ഒരു യൂണിഫോം ഇടാണ്ട് വന്നൊരു പോലീസാണ്. എൻ്റെ മോന് സ്റ്റേഷനിലാണ്. അവരെ മർദ്ദിച്ച് ഇപ്പൊ അവനൊന്ന് കണ്ടു നോക്കണം. ഈ 16 വയസ്സുള്ള ജിഷ്ണുവിനെ അവന് നിവർന്ന് നിൽക്കാൻ പറ്റണില്ല. അവന്റെ കണ്ണോട്ട് ഞങ്ങൾ അവന് നേരെ നോക്കാൻ പറ്റണില്ല. ഇതിനെന്താ ചെയ്യണ്ടേ? ഇതിനൊരു പരിഹാരം കാണില്ല. നീതിപാലകരെന്ന് പറയാൻ പോലീസുകാർ ചെയ്ത് ഈ ആക്രമണത്തിന് ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അമ്മമാര് പറയുന്നതാണ് കേൾക്കുന്നത്. അത്രയും വേദനയോടെയാണ് പെറ്റമ്മമാരാണ് പറയുന്നത്. അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട് കുട്ടികളെ എന്നുള്ളതാണ് പറയുന്നത്. അമ്മമാര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ പ്രതികരണമാണ് കേട്ടത്. ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ഗോകുലെ, എന്ത് സംഭവമായിക്കോട്ടെ 16 വയസ്സുള്ള കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് തല്ലിച്ചതയ്ക്കാനൊക്കെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ഏത് പോലീസിനാണ് ഇവിടെ ആ തരത്തിലുള്ള അധികാരമൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത്? അക്ഷയ്, വാടാനപ്പള്ളി പോലീസാണ് ക്രൂരമായി 16-കാരനെ മർദ്ദിച്ചതായുള്ള ഒരു പരാതി ഇപ്പോൾ ലഭിക്കുന്നത്. തളിക്കുളം സ്വദേശിയായ 16 വയസ്സുകാരന് മർദ്ദനമേറ്റു. ഉത്സവത്തിനിടെ ചേരി തിരിഞ്ഞ് സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തിൽ 16-കാരനെയും പോലീസ് പിടികൂടി. ഇയാൾ ജീപ്പിൽ കയറാതായതോടെ ഇയാളെ മർദ്ദിച്ച് കയറ്റുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി വീണ്ടും മർദ്ദിച്ചു എന്നുള്ളതാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകുന്നത്. ഈ പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വയറിനും നടുവിനും പരിക്കേറ്റ നിലയിലാണ് ഈ കുട്ടിയുള്ളത്. 16 വയസ്സ് മാത്രമുള്ള ഒരു കാരനെ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വാടാനപ്പള്ളി SIക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണ്ടാലറിയാവുന്ന 3 പോലീസുകാർക്കെതിരെയും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വിട്ടപ്പോഴാണ് നെഞ്ചുവേദനയും പുറം വേദനയും ഈ കുട്ടിക്ക് അനുഭവപ്പെട്ടത്. അതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് വാടാനപ്പള്ളിക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ടായി. ഇതിനിടെയാണ് ഈ ഒരു ചെറിയ സംഘർഷം ഉണ്ടായത്. അതിൽ ഈ 16-കാരനെയും പിടികൂടി. പക്ഷേ സ്വാഭാവികമായും ഈ ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ പിരിച്ചുവിടാനായി പോലീസ് ലാത്തി പ്രയോഗിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിന് ശേഷം സ്റ്റേഷനിലെത്തിയും ക്രൂരമായി മർദ്ദിച്ചു. ജീപ്പിൽ കയറാൻ വേണ്ടിയും വീണ്ടും മർദ്ദിച്ചു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയുന്നത്. തല്ലിച്ചതയ്ക്കാൻ മാത്രം എന്തായാലും തല്ലിച്ചതയ്ക്കാൻ പാടില്ല. എങ്കിലും അതിന് മാത്രം എന്തായിരുന്നു ഈ ഉത്സവത്തിനിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം? സാധാരണഗതിയിൽ എല്ലാ ഉത്സവങ്ങൾക്കിടയിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് പോലീസ് ഇടപെട്ട് ഗോകുൽ പറഞ്ഞ പോലെ തന്നെ ലാത്തി വീശിയോ പറഞ്ഞോ ഒക്കെ പരിഹരിക്കാറാണ് പതിവ്. എന്തായിരുന്നു അവിടെ ഉണ്ടായത്? ഇത് ഈ 16-കാരനും അതോടൊപ്പം തന്നെ 16-കാരന്റെ വല്യച്ഛനെ ഒരു സംഘം മർദ്ദിക്കുന്നത് കണ്ട് അത് പിടിച്ചു മാറ്റാനാണ് ഈ കുട്ടി പോയത്. അതിനിടെയാണ് പോലീസ് എത്തിയത്. സ്വാഭാവികമായും ഒരുപക്ഷെ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസ് ലാത്തി പ്രയോഗിക്കുന്നത് സ്വാഭാവികമാണ്. അത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉത്സവം ഉണ്ടാകുമ്പോൾ നടക്കുന്നതാണ്. അതിനുശേഷം ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും അവിടെ നിന്ന് മറ്റു നടപടികൾ, ഒരുപക്ഷെ ഈ ഉത്സവത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ജാമ്യം കൊടുത്ത് വിടാറാണ് സാധാരണ പതിവ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറ്. പക്ഷേ ഈ 16-കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയപ്പോഴും അതോടൊപ്പം തന്നെ ജീപ്പിൽ കയറാനുമായി മർദ്ദിച്ചു എന്നുള്ളതാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഈ 16 വയസ്സുകാരന്റെ നെഞ്ചിനും അതോടൊപ്പം തന്നെ പുറത്തും വേദന അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ നടുവിനാണ് ഈ 16-കാരന് പരിക്കേറ്റത്. ഇവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തങ്ങളെ പോലീസാണ് മർദ്ദിച്ചതെന്നാണ്. വാടാനപ്പള്ളി SIക്ക് അടക്കം ഇവർ പരാതി ഉന്നയിക്കുന്നുണ്ട്.